ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? നമ്മളത് ചായ കുടിക്കാൻ പോവാണ്. സുബൈക്കുളിയിലൊരു ചായ കുടിച്ചാൽ എന്തൊരു സന്തോഷമല്ലേ. പിന്നെ നമ്മളെ ബിസ്ക്കറ്റുണ്ട്. ഏതാ ബിസ്ക്കറ്റ് നിങ്ങൾക്ക് അറിയില്ലേ? 50 എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ മക്കളെ? രാവിലെ ഒരു ചായ കുടിക്കുന്നത് ഒരു ഇൻട്രസ്റ്റാണ്. എല്ലാവരും കുടിക്കുമെന്ന് എനിക്കറിയില്ല. ചിലവർ ഈ സമയത്ത് നീക്കുകയില്ല. ഞാൻ പൊതുവേ എനിക്ക് ശീലമായൊരു കാര്യം ചായ കുടിക്കൽ. നല്ല ഇഞ്ചി ചായ ഉണ്ടോ? ഇഞ്ചി ശരീരത്തിന് നല്ലതാണ്. കഫക്കെട്ടോ കിച്ചോ തൊണ്ടയിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഇഞ്ചി ചായ കുടിച്ചാൽ ഭയങ്കരമായിട്ട് നല്ലൊരു യൂസ്ഫുള്ളാവും കേട്ടോ. ഇഞ്ചി ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇഞ്ചി ചായ, മസാല ചായയൊക്കെ അധികം ഉണ്ടാക്കി കുടിക്കും. ഏലക്കട്ട ചായയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫേക്കൻസാണ് ഒക്കെ. എല്ലാവരും ദീർഘായുസ്സോടെ ആഫിയത്തോടെ ഇരിക്കുക. ഇന്നലെ നമ്മുടെ ഒരു കട്ട ഫ്രണ്ട് ലൈവിൽ വന്നായിരുന്നു. ആരാണ്? ആഷിം എന്തോ ഒരു തെറ്റിദ്ധാരൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ എന്തൊക്കെയാണ് അവനെ പറഞ്ഞു. ഭയങ്കര വിഷമമായി. ഞാൻ ആരോ പറഞ്ഞു കേട്ടെന്തോ പറഞ്ഞു. എൻ്റെ ആഷിമിനോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ എൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. ആഷിം പറഞ്ഞ ഇതൊന്നും എനിക്കറിയില്ല. പാവം കുറേ ഞാൻ വഴക്ക് പറഞ്ഞു. സങ്കടം തോന്നുന്നു. ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഈ ചായ കുടിച്ചിട്ട്. എല്ലാവരും വേണം നമുക്ക്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാനാണ്. ഒരു ചെറിയ യൂട്യൂബ് ചാനൽ അവനക്കുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സെലൂന് എന്താ വെച്ചാൽ എന്തെങ്കിലും അവിടെ കേട്ട് കഴിഞ്ഞാൽ സെലു എടുത്ത് ചാടുന്ന ഒരു സ്വഭാവമുണ്ട്. എല്ലാവർക്കും അത് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മയും വാപ്പയൊന്നും മരിച്ചിട്ടില്ല. ഉപ്പ മരിച്ചിക്കണു, ഉമ്മ മരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലേ? ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ വെറുപ്പിക്കാനായിട്ട് ബാഡ് കമൻറ്റ് കാണും ചെയ്യും, ബാഡ് കമൻറ്റ് ഇടുകയും ചെയ്യും. അതൊന്നും ഇപ്പോൾ നമുക്ക് വിഷയമല്ല. മനഃപൂർവ്വം നമ്മളെ കളിയാക്കാനായിട്ട് കുറച്ച് ആൾക്കാർ നമ്മളതിൽ വരും. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. അല്ലാതെ കളിയാക്കിയിട്ടും പരിഹസിച്ചിട്ടും ഒന്നും കാര്യമില്ല മക്കളെ. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മറ്റുള്ളവരെ സഹായിച്ച എത്ര പുണ്യം പഠിച്ചോടിന് കിട്ടും. അത് നിങ്ങൾ ചിന്തിക്കില്ല. ഇത് മാക്സിമം മറ്റുള്ളവർ
കുത്തി നോവിക്കരുത് ഓരോ മനുഷ്യന്മാരെ. അത് പടച്ചോൻ പൊറുക്കൂല. എന്താണെന്ന് വെച്ചാൽ ഒരാളെങ്ങനെ കുത്തി നോവിക്കണ ഈ സംഭവം ഉണ്ടല്ലോ, കളിയാക്കുക, അല്ലാതെ അതൊന്നും ചെയ്യരുത്. ഈ അന്നം കുടിച്ചിട്ട് ചായ കുടിച്ചിട്ട് ഞാൻ പറയണം, ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കരുത്. അതിൻ്റെ ദോഷം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കേണ്ടി വരും. എന്നെപ്പോലും നിങ്ങൾക്ക് കളിയാക്കാൻ പാടില്ല ആരും. എല്ലാവരും ഇത്ര തേഞ്ഞോള ആരും ഈ ദുനിയാവിലില്ല. എല്ലാവർക്കും എല്ലാതായിട്ടുള്ളത് അനുഭവങ്ങളിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. എല്ലാവരും അവരെ കാര്യം റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോന്നും. അതുകൊണ്ട് കാര്യമില്ല. പടച്ചോനെ മറന്നു കളിക്കരുത്. വെള്ളിപ്പ ഇവിടെ വന്നാണ് ചായ കുടിച്ചാണി പായക്കൊടുക്കട ചെയ്തിട്ടോ. നല്ല കുട്ടിയായിട്ടിരിക്കുക, അത്ര തന്നെ. പൊന്നുമ്മ എൻ്റെ ഉമ്മ, കൽവിൻ്റെ റാണിയുമ്മ, ത്യാഗങ്ങൾ ഏറെ സായിച്ച് പോറ്റിയുമ്മ, എൻ്റെ ഉമ്മ പൊന്നുമ്മ, കൽവിൻ്റെ റാണിയുമ്മ, ത്യാഗങ്ങളേറെ സഹിച്ചെന്നെ പോറ്റിയുമ്മ. പൊന്നു മക്കളെ, എല്ലാവരും സന്തോഷമായിരിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബർ ചെയ്യുക ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. ഒറ്റക്കെട്ടായി മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക, അതൊക്കെ തന്നെ നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാനുള്ളൂ. വേറെ മറ്റുള്ളവരങ്ങനെ കുറ്റം പറയരുത് പ്ലീസ്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കണം. ലൈവിൽ വന്നാലും സന്തോഷമായിട്ട് നല്ല കമൻറ്റൊക്കെ തന്ന് സന്തോഷിപ്പിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ തടി അത് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. തടിയൊക്കെ പഠിച്ചോൻ തരുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രത്തോളം എല്ലാവർക്കും തടി കിട്ടിക്കോളന്നില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല, ആരോഗ്യ പ്രശ്നമില്ല. ഞാൻ നല്ല ആരോഗ്യത്തിൽ തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ രക്തം കുറവ്, എൻ്റെ ശരീരത്തിൽ ഒട്ടും രക്തം കുറവാണ്. അതിപ്പോൾ ഓരോ ശരീരപ്രകൃതിയാണ്, കുഴപ്പമൊന്നുമില്ല. അത് ടോണിക്കും കാര്യങ്ങളൊക്കെ കുടിച്ചാൽ ശരിയാവും. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളതായിട്ടുള്ള ശരീരത്തിൽ, എൻ്റെ ശരീരത്തിൽ കൂടുതൽ അളവ് വെള്ളമാണ്. ആ ഒരു സിറ്റുവേഷനുകളൊക്കെ ഉണ്ട്. എല്ലാ ശരീരത്തും നല്ലപോലെ രക്തം ഉണ്ടായിക്കോളൊന്നുമില്ല. ഒക്കെ കറക്റ്റ് അളവ് മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നുമില്ല. ചിലപ്പോൾ എൻ്റെ രക്തത്തിൻ്റെ അളവ് കുറവാണ്, ഞാൻ കൗണ്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ എല്ലാവർക്കും രക്തക്കുറവും കാര്യങ്ങളും. വെള്ളം നല്ല കുടിക്കുക. ഭയങ്കര ചൂടാണ്. 2 മാസം കഴിഞ്ഞപ്പോൾ പെരുന്നാളായി. എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ? ഇപ്പം തന്നെ ഡ്രസ്സൊന്നും എടുക്കില്ലല്ലോ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലോണം നല്ല ലൈക്കൊന്നും ഇപ്പോൾ കുറവാണ്. ലൈക്കൊക്കെ തരിക, സബ്സ്ക്രൈബർ തരിക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ തന്നെ നല്ല കുട്ടികളായി ജീവിക്കുക ഇനിയുള്ള കാലം. നമ്മളെ നമുക്ക് എല്ലാവരും വേണം. എല്ലാവരും സന്തോഷമായിരിക്കണം എന്നാണ് എൻ്റെ തീരുമാനം. അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ ഇതിലൊന്നും എനിക്ക് പറയാനില്ല. ലൈവിൽ വരുമ്പോൾ നല്ല സന്തോഷമായിട്ട് എന്നെ സങ്കടപ്പെടുത്തരുത് പ്ലീസ്. എന്താണെന്നറിയോ, ഓരോ സങ്കടത്തിലൂടെ ഞാനിങ്ങനെ കിടന്നു പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ അതും ഇതും പറഞ്ഞിട്ട് എൻ്റെ മൂഡ് കളയരുത്. പിന്നെ ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യരുത്. ആ വ്യക്തിയെ നിങ്ങൾക്കറിയില്ലേ. എനിക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ട്. ഒരേ ഒരു പേരെന്നെ ഇങ്ങനെ പരാമർശിച്ചിട്ട് ലൈവിൽ വരരുത്. സന്തോഷമായിട്ട് ലൈവ് അറ്റൻഡ് ചെയ്യുക, നല്ല കമൻറ്റ്സ് തരിക, നല്ല സപ്പോർട്ട് തരിക. അതാ നിങ്ങൾക്ക് അതിൻ്റെ പടച്ചോൻ്റെ അടുത്തുനിന്ന് പുണ്യം കിട്ടുന്ന കാര്യമാണ്. എന്നൊക്കെ സഹായിച്ച മാതിരിയാവും. എന്ന് വെച്ചാൽ ഞാനൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറെന്നുണ്ട് മക്കളെ. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നവർ
നിങ്ങളെ പടച്ചോൻ സ്നേഹിക്കും, ഞാനും സ്നേഹിക്കും. പോരെ? ദീർഘായുസ്സോടും ആഫിയത്തോടും ഇരിക്കുക നിങ്ങളെല്ലാവരും. എനിക്ക് സെലു നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്, നിങ്ങളെ സ്നേഹമാണ് വേണ്ടത്, ഈ വാത്സല്യമാണ് എനിക്ക് വേണ്ടത്. എനിക്കധികം പരമാവധി സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഒരു ഉറവടിയാണ് ഞാൻ. എനിക്ക് സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാം മറക്കും. അതാണ് എൻ്റെ സെലുവിൻ്റെ ഒരു രീതി. ഒരാളെ മനസ്സ് വേദനിക്കുന്നൊരു കാര്യം ഇതുവരെ ഞാൻ ചെയ്യൂല. എന്ന് വെച്ചാൽ അവരെ മനസ്സ് കണ്ട് അവരെ സഹായിക്കാനുള്ള മനസ്സ് ഞാൻ കാണിക്കും. പക്ഷേ അതിന് മാത്രം ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എല്ലാവരെയും വിളിച്ചൊരു മീറ്റപ്പ് കൂടണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല. നമുക്ക് എല്ലാവരും ഇൻഷാ അല്ലാഹ് പടച്ചോൻ സഹായിച്ചാൽ എല്ലാവരെയും വിളിച്ചൊരു മീറ്റപ്പ് ഉണ്ടാക്കി നിങ്ങളെ ഞാൻ വിളിക്കാം. നിങ്ങൾ വരണം. എവിടെ ആയാലും സെലുവിൻ്റെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും, നല്ലതോ ആയിട്ട് ചീത്തയാവട്ടെ, എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ഞാൻ വൈകാതെ തന്നെ നിങ്ങളെ സപ്പോർട്ടും മേലെ നമ്മളെ കാര്യമിരിക്കുന്നത്. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല, സെലുവില്ല. സെലുവിന് നിങ്ങളൊക്കെ കിട്ടിയത് ഭയങ്കര വലിയ ഒരു ഭാഗ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം.